ലഹരി പെൺവാണിഭ കേസുകളിൽ പലതവണ കുടുങ്ങി പോലീസ് പിടിയിലായ നടിയാണ് അശ്വതി ബാബു. സിനിമകളിൽ സഹനടിയായും മോഡലായും എത്തിയിട്ടുള്ള അശ്വതി ബാബു 2 വർഷം മുമ്പ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ വേദനകളും തുറന്നു പറഞ്ഞത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. തിരുവനന്തപുരം തുമ്പ ആറാട്ടുവഴി പുതുവൽ സ്വദേശിയാണ് അശ്വതി ബാബു. അമിതമായി ലഹരി ഉപയോഗിച്ച് അപകടകരമായി വാഹനമോടിച്ച് നാട്ടുകാരെ ഭയപ്പെടുത്തിയ സംഭവത്തിലും മയക്കുമരുന്ന് കൈവശം വെച്ച സംഭവത്തിലും നടി നേരത്തെ പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇപ്പോഴിതാ കണ്ണൂർ കൂത്തുപറമ്പിലെ സർക്കാർ ആശുപത്രിയിലെ ലേബർ റൂമിന് മുന്നിൽ നടി കാണിച്ചു കൂട്ടിയ ബഹളത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലായിരുന്നു സീരിയൽ നടിയുടെ ഈ പരാക്രമം. തന്നെ എല്ലാവരും ഉപദ്രവിച്ചെന്നും തനിക്ക് ഇനി ഒന്നുമറിയാത്ത കുഞ്ഞു മക്കൾക്കരികിൽ മാത്രമേ സമാധാനം കിട്ടുള്ളൂ എന്നും പറഞ്ഞാണ് ലേബർ റൂമിൻ്റെ വാതിൽ തള്ളി തുറക്കാനും വലിച്ചു തുറക്കാനുമെല്ലാം ശ്രമിച്ച് വലിയ ശബ്ദ കോലാഹലം നടി ആ ആശുപത്രിയിലെ ലേബർ റൂമിന് മുന്നിൽ സൃഷ്ടിച്ചത്. ആശുപത്രി ജീവനക്കാരും പോലീസും ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇവരെ കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. മട്ടന്നൂർ പോലീസിനോടും ഇവർ തട്ടിക്കയറി. നടി മയക്കുമരുന്ന് ലഹരിയിലായിരുന്നെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു. മട്ടന്നൂർ ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു ഇവർ. അവിടെ വച്ച് ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വ്യാഴാഴ്ച രാത്രിയോടെ കൂടെയുള്ളവർ നടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും അവിടെയുള്ള ജീവനക്കാരുടെയും രോഗികളുടെയും നേരെ ഇവർ തട്ടിക്കയറുകയായിരുന്നു. പരാക്രമം തുടർന്നതോടെ ആശുപത്രി അധികൃതർ മട്ടന്നൂർ പോലീസിൽ വിവരമറിയിച്ചു. താൻ തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു വരികയാണെന്നും തന്നെ ആശുപത്രിയിൽ എത്തിച്ചവരുടെ ഒപ്പം ഇനി പോകില്ല എന്നും പോലീസിന്റെ സംരക്ഷണം ആവശ്യമാണെന്നും നടി പറഞ്ഞതായി ആശുപത്രി ജീവനക്കാരും പറയുന്നു. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഇവരെ അനുനയിപ്പിച്ച് ആംബുലൻസിൽ കയറ്റി പോലീസ് അകമ്പടിയോടെ കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 16-ാം വയസ്സിൽ പ്രണയിച്ച ആൾക്കൊപ്പം വീട്ടുകാരെ ഉപേക്ഷിച്ച് കൊച്ചിയിൽ എത്തിയതാണ് ഈ നടി. തുടർന്ന് വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം വിശ്വസിച്ച് കൂടെ കൂട്ടിയ ആൾ തന്നെ നടിയെ ലഹരിക്ക് അടിമയാക്കി. തുടർന്ന് ഇയാൾ തന്നെ അശ്വതിയെ മറ്റുള്ളവർക്ക് കൈമാറി പണം ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് അശ്വതി തുറന്നു പറഞ്ഞിരുന്നു. മുൻപും പലപ്പോഴും ലഹരി പെൺവാണിഭ കേസുകളിൽ നടി പോലീസ് പിടിയിലായിട്ടുണ്ട്. 2 വർഷം മുമ്പായിരുന്നു അശ്വതിയുടെ വിവാഹം കഴിഞ്ഞത്. സുഹൃത്ത് നൗഫലിനെയാണ് അശ്വതി വിവാഹം കഴിച്ചത്. സോഷ്യൽ മീഡിയകളിലെല്ലാം അത് വലിയ തോതിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. എന്നാൽ നൗഫലിനെയും ഇടയ്ക്ക് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയിരുന്നു. എറണാകുളം സൗത്തിലെ ഒരു സ്വകാര്യ ട്രാവൽസ് ഓഫീസിൽ അതിക്രമിച്ചു കയറി മൊബൈൽ ഫോൺ തട്ടിയെടുത്തതിനായിരുന്നു ആ അറസ്റ്റ്. ഇയാൾ ഈ അതിക്രമം കാട്ടിയപ്പോഴും നടി കൂടെയുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.